സുഹൃത്തുക്കളെ, കടലിനോട് മല്ലടിച്ച് വളരെ അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ മുക്കുവരുടെ അഞ്ഞൂറ്റിക്കാരുടെ സംവരണങ്ങൾ നഷ്ടപ്പെടുന്നതിനെ പറ്റിയാണ് ഇന്ന് കേരളം ഒട്ടാകെ, പ്രത്യേകിച്ച് തീരദേശത്ത് ഒക്കെ ചർച്ചകളായിരിക്കുന്ന വിഷയം. നമുക്കറിയാം, കൊടും പട്ടിണിയിൽ കിടക്കുന്ന ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ചില കമ്മീഷൻ റിപ്പോർട്ടുകൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയതും അത് സർക്കാർ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1964 ജി കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കണം എന്നതാണ്. അതോടൊപ്പം തന്നെ 1980 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അതേപോലെ തന്നെ 1999 പിന്നോക്ക വിഭാഗ ദേശീയ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഇന്നും ഗവൺമെൻറ് ഇരിപ്പുണ്ട്. അതായത് വളരെ കഷ്ടപ്പെടുന്നവരെ, കൊടുപ്പട്ടിണിയിൽ കിടക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരുകൾക്കുണ്ട് എന്നാണ് കമ്മീഷൻ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് 4% സംവരണം ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക്, മുക്കുവരായ അഞ്ഞൂറ്റിക്കാർക്കൊക്കെ കമ്മീഷൻ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തി ഇത് അംഗീകരിച്ച് റെക്കോർഡാക്കി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ചില ഉദ്യോഗസ്ഥർ ഈ പാവങ്ങളുടെ സംവരണങ്ങൾ അട്ടിമറിക്കുന്ന വിധത്തിൽ, നിയമം ലംഘിക്കുന്ന വിധത്തിൽ അവർ ഈ സംവരണങ്ങൾ മാറ്റിമറിക്കുന്നു. ആർക്കൊക്കെയോ അർഹതയില്ലാത്തവർക്ക് സംവരണങ്ങൾ കൊടുത്ത് അവർ ജോലിക്ക് കയറ്റും. സാധാരണക്കാരായ പട്ടിണി കിടക്കുന്ന കൊടും പട്ടിണിയാകുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട സംവരണം ഇന്ന് അട്ടിമറിക്കപ്പെടുന്നു, ലഭിക്കുന്നില്ല. അതിനെപ്പറ്റിയാണ് ഇന്ന് ഒരു ചർച്ചകൾ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളുടെ വേദന എന്താണെന്നും യാതന എന്താണെന്നും കഷ്ടപ്പാട് എന്താണെന്നും പട്ടിണി എന്താണെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഞാനും ഒരു മത്സ്യത്തൊഴിലാളിയാണ്, ഒരു മുക്കുവനാണ്. മലയേക്കാൾ ഉയരത്തിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളെ തൃണവൽക്കരിച്ചുകൊണ്ട് കടലമ്മയുടെ വിരുമാലിൽ കൂടി തുഴഞ്ഞ് മുന്നോട്ട് നീങ്ങി മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒരു സമുദായമാണ് മത്സ്യത്തൊഴിലാളി സമുദായം. ഇന്നിവർ കൊടും പട്ടിണിയിലാണ്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംവരണം നഷ്ടപ്പെടുത്താതിരിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ ശ്രമിക്കണം എന്നതാണ് ഞങ്ങൾക്കുള്ള റിക്വസ്റ്റ്. നമുക്കറിയാം, കൊടും പട്ടിണിയിലായിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് ഓരോ കമ്മീഷനുകളും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ, ന്യൂനപക്ഷങ്ങളായ ഈ മത്സ്യത്തൊഴിലാളികളെ, അതായത് അഞ്ഞൂറ്റിക്കാർ, മുക്കുവർ, ഇവർക്ക് 4% സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നഷ്ടപ്പെടുത്താതെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നതിന് കൊണ്ട് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്ന. നന്ദി. ജോൺ ബോസ്കോ, തിരുവനന്തപുരം.